ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, കുറ്റം ചെയ്താൽ ആ കുറ്റം അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ശിക്ഷ ഒഴിവായി കിട്ടും. ഇത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. പ്രഭാഷകൻ 20-ന്റെ-3 പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. കുറ്റം സമ്മതിക്കാതെ ന്യായീകരണം നടത്തിപ്പോകുന്നവരാണെങ്കിൽ അവകാശം അവർക്കുണ്ടായെന്ന് വരില്ല. ശിക്ഷ ഒഴിഞ്ഞു കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറ്റം സമ്മതിക്കുക, കുറ്റം ഏറ്റുപറയുക. ഇതിന് വളരെ വിമുഖതയുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ബൈബിളിലുണ്ട് അങ്ങനത്തെ ചില കഥാപാത്രങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറിയ ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പൻ ഏറ്റുപറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും 2 ആമക്കളാണ്. ഈ 2 പേരുടെയും സ്വഭാവം വ്യത്യസ്തം. അതില് ഒരാളുടെ കാര്യം പറഞ്ഞത്, മൂത്തവൻ അവനോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും, പറയുന്നത് പോലെ പ്രവർത്തിക്കും. പക്ഷെ അനുജൻ, 2-ാമൻ, അവന്റെ ഒരു പ്രത്യേകത, സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ തല പോയാലും അവൻ ചെയ്യത്തില്ല. ചില കാണാൻ സാധിക്കും, അവരെ അടിച്ചാലും വടിയൊടിയുന്നതല്ലാതെ സോറി പറയില്ല. അങ്ങനത്തെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതുകൊണ്ട് കുറ്റസമ്മതം നടത്താൻ ഉള്ള എളിമയുണ്ടെങ്കിൽ ശിക്ഷ ഒഴിഞ്ഞു കിട്ടും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷ ഒഴിഞ്ഞു കിട്ടുന്ന അനുഭവം ഉണ്ടാവും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ ഒന്ന് ആഴമായിട്ട് പഠിക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ കുറ്റസമ്മതം ആർക്കാണ് പറ്റുക? സൂചന ഞാൻ തരികയുണ്ടായി. അഹങ്കാരിക്ക് കുറ്റസമ്മതം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എളിമയുള്ള, പ്രാർത്ഥനയുള്ള, ദൈവസ്നേഹമുള്ള, പരസ്നേഹമുള്ള വ്യക്തികൾക്ക് കുറ്റസമ്മതം വളരെ എളുപ്പമാകും. വിദേശത്താണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളെക്കാളും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ. ഞാൻ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചപ്പോഴാണെങ്കിലും ആ ഇടവകയിൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ തെറ്റുപറ്റിയെങ്കിൽ ഉടനെ അവര് സോറി, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, എന്റെ തെറ്റായിരുന്നു എന്ന് അവർ ഏറ്റുപറയും. അവർക്ക് അതിനകത്ത് നാണക്കേടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും തെറ്റ് വരാം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്നത്, കുറ്റസമ്മതം, അത് ആത്മീയമായി വളർന്നതിന്റെ ഒരു സൂചനയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഭാര്യയ്ക്കൊരു തെറ്റുപറ്റി. പക്ഷെ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്ന് ഇപ്പോൾ പറയുകയാണ്, എനിക്കൊരു തെറ്റുപറ്റി, ഐ എം സോറി, എന്നോട് ക്ഷമിക്കുക, ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഭർത്താവ് പറഞ്ഞത്, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ ഇവളെ സ്വീകരിച്ച് അവളെ ഞാൻ സ്നേഹിക്കും. കുറ്റസമ്മതം ഒന്ന് നടത്തിയാൽ മാത്രം മതി. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മതിക്കാതെ ചില അഹങ്കാരികൾ വേണമെങ്കിൽ അവര് സത്യം മൂടി വെച്ചുകൊണ്ട് അവർ ചെയ്ത തെറ്റായിരിക്കാം, ഇനി അതിനെ അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടി എന്തെല്ലാം തിരിമറികൾ കാണിക്കും. അങ്ങനെ കുറ്റം സമ്മതിക്കാൻ വിസമ്മതിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ആളെ കാണുന്നുണ്ട്, ധൂർത്തപുത്രൻ. അവന് തെറ്റുപറ്റി. അവൻ വിചാരിച്ചു ഇങ്ങനെ ധൂർത്തടിച്ച് നടക്കുന്നതാണ് ജീവിതം, എൻ്റെ ഷെയർ തരിക. അവനായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, അപ്പനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ അവകാശം പറഞ്ഞ് മേടിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചു പോയി. അവസാനം അവന് സംഭവിച്ചത് എന്താണ്? അവനെ കൊടിയ ദാരിദ്ര്യം പിടികൂടി പരിതാപകരമായ ഒരവസ്ഥയിലെത്തി. ആ സമയത്ത് അവന് സുബോധം ഉണ്ടായി. അവിടെ എത്തിയാലും സുബോധം വരാത്ത ആൾക്കാരുണ്ട്. അവന് സുബോധമുണ്ടായി, അനുതാപമുണ്ടായി. അവൻ തിരിച്ച് ഭവനത്തിലേക്ക് വന്നിട്ട് അപ്പൻ്റെ അടുത്ത് അവന്റെ തെറ്റ് ഏറ്റുപറയുന്ന, അവന്റെ തെറ്റ് സമ്മതിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്ന അപ്പനെ കാണാൻ പറ്റും. ഇതാണ് നമ്മള് തെറ്റുപറ്റിയാൽ, കുറ്റമേറ്റു പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം. ഒരു കുറ്റസമ്മതം നടത്തിയാൽ ദൈവം എല്ലാം ക്ഷമിച്ച് നമ്മളെ സ്വീകരിക്കും, ശിക്ഷ ഒഴിഞ്ഞു കിട്ടും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 2 സാമുവേൽ 12-ാം അധ്യായത്തില് ദാവീദ് ഇതുപോലെ ഒരു കുറ്റസമ്മതം നടത്തുന്നത് കാണാൻ പറ്റും. വെക്ഷിവായിലുണ്ടായ കൊച്ചിന് കർത്താവിന്റെ പ്രഹരമേറ്റു. മരണവക്കിലെത്തി നിന്ന കുഞ്ഞിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യം, ഞാനാണ് തെറ്റ് ചെയ്തത്, എന്റെ പാപം മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്, ഞാനാണ് ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ വരേണ്ടത്, ഞാൻ എന്തിന് ദൈവത്തെ പഴിക്കണം? അങ്ങനെ കുറ്റസമ്മതം നടത്തി അവന് അനുതാപത്തോടെ കർത്താവിന്റെ പക്കലേക്ക് തിരിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇട്ടുകൊടുത്ത അനുഗ്രഹം ചെറുതാണോ? അവന്
വിലാപകാലം കഴിഞ്ഞ് ലക്ഷ്യമായ പ്രാപിച്ചപ്പോൾ മറ്റൊരാൺകുഞ്ഞ് ജനിച്ചു. ഒരാൺകുഞ്ഞ് മരിച്ചപ്പോൾ മറ്റൊരാൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. അവനാണ് ലോകപ്രശസ്തനായ സോളമൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുമൂലം ഒരു നഷ്ടം സംഭവിച്ചാലും അത് എടുക്കേണ്ട പോലെ എടുത്ത് കുറ്റസമ്മതം നടത്തി അനുദമിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരികെ വന്നാൽ ദൈവത്തിന് നമ്മളെ എത്രമാത്രം അനുഗ്രഹിക്കാൻ പറ്റും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ കുറ്റസമ്മതത്തിന് നമ്മൾ വിസമ്മതിച്ചാൽ എന്ത് സംഭവിക്കാം? തെറ്റുപറ്റി, നമുക്കും അറിയാം. പക്ഷെ അത് സമ്മതിക്കാതെ ന്യായീകരിച്ച് മുമ്പോട്ട് പോയാൽ, പാപം ചെയ്തിട്ട് അത് അംഗീകരിക്കാതെ അനുദമിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? സുഭാഷിതങ്ങൾ 28:13 വായിച്ചാൽ കാണാൻ പറ്റും. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല. എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടെങ്കിൽ അതോടെ കെട്ടുപോകും. അവന് ഐശ്വര്യം ഉണ്ടാകില്ല. പക്ഷേ അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിന്റെ കരുണ ലഭിക്കും. അതാണ് കുറ്റസമ്മതം നടത്തുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കുറ്റസമ്മതം പറ്റാത്തത് ആർക്കാണ്? ഓൾറെഡി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവർക്ക്, ദുരഭിമാനത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് കുറ്റസമ്മതം വളരെ ബുദ്ധിമുട്ടാണ്. കുറ്റസമ്മതം നടത്തി ദൈവത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കുന്നതിന് പകരം അവർ സ്വയം ന്യായീകരിച്ച് അവര് നല്ലവരാണെന്ന് സ്ഥാപിക്കാൻ, ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള വഴികൾ അന്വേഷിച്ചു പോകും. അത് അഹങ്കാരത്തിന്റെ, ദുരഭിമാനത്തിന്റെ ഒരു സൂചനയാണ്. സങ്കീർത്തനം 119:130 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. ആർക്കാണ് ഈ പ്രകാശം ലഭിക്കുക? എളിയവർക്ക്, അഹങ്കാരികൾക്കല്ല, എളിയവർക്ക്. അങ്ങനെ എളിയവരായി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രകാശം, അതുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയാലും കുറ്റസമ്മതം നടത്തി അനുദപിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരിയാൻ പറ്റും. പാപങ്ങൾ മൂടിവെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ സുഭാഷിതങ്ങൾ 28:13 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല. അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവനാണെങ്കിൽ കർത്താവിന്റെ കരുണ ലഭിക്കും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, നിരപരാധരെ കുറ്റക്കാരാക്കിയാൽ ഉണ്ടാകാവുന്ന നാശം വൻ നാശമാണ്. നിരപരാധരെ, തെറ്റ് ചെയ്യാത്തവരെ, ചിലരൊക്കെ ഊഹിച്ച് സംസാരിക്കുന്ന അവസ്ഥ, ഊഹിച്ച് മറ്റുള്ളവരെ തെറ്റുകാരാക്കുന്ന അവസ്ഥ, അത് ശരിയല്ല എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. 10:12 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയില്ലാത്തവരാണ് നിരപരാധരെ കുറ്റം വിധിക്കുക. കരുണയില്ലാത്തവര്. കരുണയുള്ളവർ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. യാക്കോബ് 2:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കരുണയില്ലാതെ മറ്റുള്ളവരെ വിധിച്ചാൽ എന്ത് സംഭവിക്കും? കാരുണ്യരഹിതമായൊരു വിധി നമ്മൾ നേരിടേണ്ടി വരും. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ദൈവത്തിന്റെ കരുണയില്ലാതെ ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും? അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.